നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസ് ആണ്. അത് ഒരു ആൾ ഡെവലപ്മെൻ്റ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഡെവലപ്മെൻ്റ് സൈക്കോളജി ഒന്നുകൂടെ പറഞ്ഞു, എല്ലാം ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചില ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നമ്മളിത് വീണ്ടും നോക്കിയിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ടി ഒന്നുകൂടെ ഒന്ന് പറയാം. ഡെവലപ്മെൻ്റ് സൈക്കോളജി എന്ന് പറഞ്ഞ് ഡീൽ ചെയ്യുന്നത് ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ അവൻ്റെ വളർച്ചയും ആ വളർച്ചയ്ക്ക് ഇടയ്ക്കുണ്ടാകുന്നതായ വ്യതിയാനങ്ങളും അല്ല അവനിലുണ്ടാകുന്ന പരിണാമങ്ങളും വ്യത്യാസങ്ങളുമാണ്. ഇപ്പോൾ ഡെവലപ്മെൻ്റ് സൈക്കോളജി ആദ്യം തന്നെ തുടങ്ങിയത് മനുഷ്യൻ്റെ പരിണാമത്തിലേക്കാണ്. മനുഷ്യന് എങ്ങനെ മനുഷ്യരൂപം പൂണ്ടു. നമ്മൾ പഠിക്കുന്നത് മനുഷ്യരൂപം പൂണ്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മനുഷ്യരൂപം പ്രാപിച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ഡെവലപ്മെൻ്റ് സ്റ്റേജസ് ആണ്. അപ്പം ഈ ഡെവലപ്മെൻ്റ് സ്റ്റേജസ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, അത് പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി 3 കാലഘട്ടമായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അത് മനുഷ്യൻ ജനിച്ചത് മുതൽ മരണം വരെയുള്ള അവൻ്റെ സ്പാൻ, ആ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഭാഗത്ത് നമുക്ക് 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് 0, അതായത് ജനിക്കുന്ന അന്ന് മുതൽ 21 വയസ്സ് വരെയും 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയും 60 വയസ്സിന് മുകളിലുള്ള ഭാഗങ്ങളും. ഇതിനു മുമ്പുണ്ട് പ്രീനാറ്റൽ ഉണ്ട്, അത് ജനനത്തിന് മുമ്പുള്ള ഗർഭപാത്രത്തിനെ കുറിച്ചുള്ള അവിടെ കിടക്കുന്ന സമയത്തും കുട്ടികളുടെ വളർച്ചയെക്കുറിച്ചുള്ള പഠനം വേറെയുണ്ട്. പക്ഷെ നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ജനനം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന പരിണാമങ്ങൾ അല്ലെങ്കിൽ അവനുള്ള വളർച്ചകൾ, അവൻ്റെ വികാസങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് 3ആയിട്ട് തിരിക്കാം, പെട്ടെന്ന് അറിയാൻ വേണ്ടി 3 ഭാഗമായിട്ട് തിരിക്കാം. 0 മുതൽ ജനിക്കുന്ന മുതൽ 21 വയസ്സ് വരെ, 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെ, 60 വയസ്സ് മുതൽ 60 വയസ്സിന് മുകളിലുള്ളത് മരണം വരെയുള്ള സമയം. അപ്പം ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ 0, അതായത് ചൈൽഡ്ഹുഡ് മുതൽ അഡോളസൻസ് ഓർ അഡൽട്ട് വരെയും, അഡൽട്ട് മുതൽ ഓൾഡ് ഏജ് വരെ വരുന്നതും ഏജ്ഡ് ആകുന്നതും ഏജിന് മുകളിലോട്ടുള്ളതും. ഇതിനെ വീണ്ടും നമുക്ക് തിരിക്കാം. ആദ്യത്തെ 0 മുതൽ 21 വയസ്സ് വരെ ഉള്ളതിനെ 0 to 2, 0 to 2 years, then 2 to 4 years, 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ, 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ, 12 വയസ്സിന് മുതൽ 12 വയസ്സോ ഓർ പ്യൂബർട്ടി സ്റ്റേജ്, അത് പ്രായപൂർത്തിയാകുന്നത് മുതൽ 21 വയസ്സ് വരെ. 21 വയസ്സ് കഴിഞ്ഞിട്ട് 60 വയസ്സ് വരെയുള്ള 2 കാലഘട്ടങ്ങളിലേക്ക് 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, 40 വയസ്സിന് മുകളിലേക്കുമുള്ള ഭാഗങ്ങൾ, പിന്നെ 60 വയസ്സിന് മുകളിലുള്ള. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ അവൻ്റെ ഇൻഫൻസി സ്റ്റേജ് 0 to 2 years, 2 to 4 years early childhood, infancy stage, early childhood, late in childhood, then adolescence, then adult എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെ തിരിച്ചു വരുന്നത്. അപ്പോൾ 0 to 2 years ഇതിനെ ഓരോന്ന് കാലഘട്ടത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ ഒരാളുടെ വളർച്ചയും അവൻ ഏതൊക്കെ രീതിയിലാണ് വളർന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് ഡെവലപ്മെൻറ്റ് സൈക്കോളജിയിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി ആദ്യത്തെ തിയറി സിഗ്മണ്ട് ഫ്രോയിഡിനുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പേഴ്സണാലിറ്റി തിയറി എന്നാണ് നമ്മൾ പറയുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ എപ്പോഴും നമ്മൾ പറയുന്നത് അതിൻ്റെ പേഴ്സണാലിറ്റി തിയറി എന്നാണ്. ആ പേഴ്സണാലിറ്റി തിയറിക്കകത്ത് സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് ബുക്കിനകത്ത് അതായത് ഡിഫൻസ് മെക്കാനിസവും പറഞ്ഞിട്ടുണ്ട്. ഡിഫൻസ് മെക്കാനിസം ഞാൻ നേരത്തെ എടുത്തതുകൊണ്ട് അതിലേക്ക് ഇപ്പം നമുക്ക് കിടക്കുന്നില്ല, എന്നാലും പറഞ്ഞു പോകാം. സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ തിരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആദ്യം മനുഷ്യൻ്റെ മനസ്സിനെ 3ആയി തരംതിരിച്ചു. അപ്പം അദ്ദേഹത്തിൻ്റെ തിയറിക്ക് പറയുന്നത് സൈക്കോ അനലിറ്റിക് തിയറി. സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം എങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ ആദ്യം അദ്ദേഹം അതിൻ്റെ മനസ്സിനെ 3ആയിട്ട് തരംതിരിച്ചു: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ അദ്ദേഹം റെപ്രസെൻറ്റ് ചെയ്തത് ഫ്രോയിഡ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് വെള്ളത്തിൽ കിടക്കുന്ന ഒരു ഐസ് ക്യൂബിനോടാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിലത്തെ ലെയർ, അതായത് നമ്മൾ കാണുന്ന വെള്ളത്തിന് തൊട്ടുമുകളിൽ നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കോൺഷ്യസ് ലെവലും, വെള്ളത്തോട് ചേർന്ന് നിൽക്കുന്ന ഭാഗം സബ് കോൺഷ്യസ് മൈൻഡും, വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ഭാഗം അൺകോൺഷ്യസ് മൈൻഡുമാണ്. അപ്പം മനസ്സിനെ 3ആയിട്ട് തരംതിരിച്ചു: കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്തെങ്കിലും നമ്മുടെ സഫലീകരിക്കപ്പെടാതെ പോയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ചിന്തകളും, നമുക്ക് വളരെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അതെല്ലാം ജീവിതത്തിൽ നടക്കണമെന്നില്ല. അപ്പം നടക്കാതെ പോയ ആഗ്രഹങ്ങളും പ്രതീക്ഷയും സാവധാനം കാലക്രമേണ അത് പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും അവിടെ നിന്ന് അൺകോൺഷ്യസ് മൈൻഡിലേക്കും പോകും. അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹിഡൻ ട്രഷറാണ്. അതിൻ്റെ നടക്കാതെ പോയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം ഉൾക്കൊള്ളുന്നതായ അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്നതായ ഒരു പെട്ടിയാണ്, ഒരു കലവറയാണ്.
ഈ കലവറ എങ്ങനെ തുറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്വപ്നത്തിലൂടെയാണ്. സ്വപ്നത്തിലൂടെ തുറക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നത്തിലൂടെ നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ പുറത്തു വരികയും ആ സ്വപ്നത്തെ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ, അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അതിനെ വിശദീകരിച്ച് നോക്കുകയാണെങ്കിൽ, വിശകലനം ചെയ്ത് നോക്കുകയാണെങ്കിൽ മനുഷ്യൻ്റെ പെരുമാറ്റത്തെക്കുറിച്ചും പഠിക്കാം. അപ്പം ആദ്യം അദ്ദേഹം പറഞ്ഞാൽ മനുഷ്യൻ്റെ 3 തലങ്ങളാണ്: കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അതിന് അദ്ദേഹം പേഴ്സണാലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന 3 തലങ്ങളിലേക്ക് വെച്ചു. പേഴ്സണാലിറ്റി 3ആയിട്ട് തരംതിരിച്ചു. ഇത് രണ്ടും പ്രത്യേകം മനസ്സിലാക്കും. ഒന്ന് മനസ്സിനെയാണ്, ഒന്ന് വ്യക്തിത്വത്തെയാണ്. വ്യക്തിത്വത്തെ അദ്ദേഹം തിരിച്ച് ഇഡ് എന്ന് പറയുന്നത് നമ്മുടെ കാടത്വപരമായ സ്വഭാവങ്ങൾ, ഇൻസ്റ്റിങ്, ജന്മവാസനകൾ. എക്സാമ്പിൾ സെക്സ് ഒക്കെ, അതൊക്കെ നമ്മുടെ ഇഡും. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ നിയമങ്ങളെയും നമ്മൾ പാലിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ നിയമങ്ങളെയും അനുസരിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്ന നമ്മുടെ കാലഘട്ടത്തിൽ സൂപ്പർ ഈഗോ എന്നും ആണ് പറയുന്നത്. പക്ഷേ ഇത് രണ്ടിനും, ഇതിൽ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. നമ്മുടെ പ്രിമിറ്റീവ് ബിഹേവിയർ, നമ്മുടെ സെക്സ് ഒക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പുറത്ത് കാണിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതുപോലെ എല്ലാ നിയമങ്ങളെയും പാലിച്ചുകൊണ്ട്, അതിനെ അനുസരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പം ഇതിനെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് ഈഗോ എന്ന് പറഞ്ഞൊരു സ്റ്റേജുണ്ട്. ആ ഈഗോ എന്ന് പറയുന്ന സ്റ്റേജ് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ്. മനുഷ്യൻ്റെ സമൂഹവുമായിട്ട് ചേർന്ന് ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു തലത്തെയാണ് ഈഗോ എന്ന് അദ്ദേഹം വിവക്ഷിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈഗോ ആണ് സ്വാഭാവികമായിട്ട് നമ്മൾ പേഴ്സണാലിറ്റിയെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇതിന് അദ്ദേഹം പറഞ്ഞു ഓരോ സ്റ്റേജുണ്ട് മനുഷ്യൻ്റെ. കാരണം ഓരോ സ്റ്റേജിലും കടന്നു പോകുമ്പോൾ, മനുഷ്യൻ്റെ ജന്മം മുതൽ മരണം വരെയുള്ള ഓരോ സ്റ്റേജുകളിലും കടന്നു പോകുമ്പോൾ ആ സ്റ്റേജിലുണ്ടാകുന്നതായ അനുഭവങ്ങൾ എല്ലാ സൈക്കോളജിസ്റ്റും അത് തന്നെയാണ് പറഞ്ഞത്. നമ്മുടെ ഒരു കുട്ടിയുടെ വളർച്ചയിൽ അവൻ പോസിറ്റീവായിട്ട്, അതായത് വളരെ നന്നായിട്ട് അതിനെല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് സന്തോഷവാനായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഫസ്റ്റ് വൺ ഈസ് ഓറൽ സ്റ്റേജ്, 0 to 18 months. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന സമയം, അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന സമയമാണ് നമ്മൾ ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം മുലപ്പാലും മര്യാദയ്ക്ക് കുടിച്ചു വരുന്ന കുട്ടി, അല്ല അമ്മയുടെ പരിചരണം നേടിയ കുട്ടി, അമ്മയുമായിട്ട് കൂടുതൽ അടുത്ത് വളരുന്ന കുട്ടി. അപ്പം മുലപ്പാൽ കുടിക്കാന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അമ്മയുടെ സ്നേഹവും വാത്സല്യങ്ങളെ നേടിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത് അതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ കുട്ടിയുടെ താല്പര്യം അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഓറൽ സ്റ്റേജിൽ നിന്ന് എൻ സ്റ്റേജിലേക്ക് പോകും. എൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആ കുട്ടി ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ പഠിക്കുക. അപ്പം ഓറൽ സ്റ്റേജ് 0 to 18 months, 1.5 വയസ്സ് വരെ. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ആഗ്രഹം, ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ഏനൽ പാർട്ടിലേക്കായിരിക്കും. കൂടുതൽ അവൻ സെക്ഷൽ ഡെവലപ്മെൻ്റൊക്കെ തുടങ്ങുന്ന സമയം. സെക്ഷൽ ഡെവലപ്മെൻറ്റ്, സെക്ഷൽ തോട്ട്സിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഞാൻ ആണാണ്, അല്ലെങ്കിൽ എൻ്റെ ജെനിറ്റൽ പാർട്ട് എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഇതെന്താണ്, ഞാൻ എങ്ങനെ ടോയ്ലറ്റ് ട്രെയിനിങ് നടത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കുട്ടി പഠിച്ചു വരുന്ന സമയമാണ്. അതാണ് 18 മാസം മുതൽ 3 വർഷം വരെ. സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഫാലിക് സ്റ്റേജാണ്, 3 to 5 years. ഇവിടെ പതുക്കെ കുട്ടി അഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രാക് കോംപ്ലക്സും ഒക്കെ പതുക്കെ നന്നു തുടങ്ങും. അത് ഞാനാണാണ്. അപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ അമ്മയോട് കൂടുതൽ സ്നേഹം, പെൺകുട്ടിയാണെങ്കിൽ അച്ഛനോട് കൂടുതൽ സ്നേഹം. ആ സെക്ഷൽ ഡിഫറൻസ് ഒക്കെ പതുക്കെ മനസ്സിലാക്കി തരുന്ന ഒരു സ്റ്റേജാണ് 3 to 5 years. ദാറ്റ് ഇസ് കോൾഡ് ഫാലിക് സ്റ്റേജ്. ദെൻ ലേറ്റൻസി പീരീഡ് 6 to 12 years. ഒരു കുട്ടി സാധാരണഗതിയിൽ വലിയ മാറ്റങ്ങൾ, ശാരീരികമായിട്ട് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. പക്ഷേ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ നിയമങ്ങൾ, സമൂഹത്തെക്കുറിച്ച് പഠിക്കുകയാണ്. അത് 6 വയസ്സിൽ സ്കൂളിൽ പോകാൻ തുടങ്ങി. അപ്പം പിയർ ഗ്രൂപ്പുമായിട്ട് പങ്കെടുക്കാൻ തുടങ്ങി. വേറെ സമൂഹത്തിൽ വീട് വിട്ടിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങി. പലതരത്തിലുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. അപ്പം ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, ഉദാഹരണത്തിന് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, മോൻ എത്രയില്ല അല്ലെങ്കിൽ മോൾ എത്രയിലാണ് പഠിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയോട് പറഞ്ഞാൽ ഞാൻ 1A, നിർത്തുകയില്ല, അവിടെ കൊണ്ട് നിർത്തുകയില്ല, ഉടനെ തന്നെ 1A, സ്കൂളിൻ്റെ പേര്, ടീച്ചറിൻ്റെ പേര്, ഫ്രണ്ട്സിൻ്റെ പേരൊക്കെ പറയും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി സമൂഹവുമായിട്ട് ചേർന്ന് സമൂഹത്തെ മനസ്സിലാക്കി തുടങ്ങുന്ന പ്രായം. അപ്പം അവനെല്ലാം ഒരു അത്ഭുതമാണ്. അപ്പോൾ ആ നല്ലൊരു സമൂഹത്തിൽ വളരുന്ന കുട്ടികൾ ആ സമൂഹത്തെക്കുറിച്ച് അറിയാനായിട്ടും മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാനും എടുക്കുന്ന ഒരു പ്രായമാണ് 6 to 12 years. അടുത്തത് എന്ന് പറഞ്ഞാൽ ജെനിറ്റൽ സ്റ്റേജാണ്, 13 years to അഡൽട്ട്ഹുഡ്. ശരിക്കും ആക്ച്വലി ഇതെന്ന് പറയുന്നത് പ്യൂബർട്ടി സ്റ്റേജ് മുതലാണ്. നമ്മൾ
ലേറ്റൻസി പീരീഡ് 6 to 12 years ആണെങ്കിലും 10 വയസ്സിലോ അല്ലെങ്കിൽ 11 വയസ്സിലോ 13 വയസ്സിലോ അവൻ മെച്ചുവർ ആയിരുന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ആ കുട്ടി മെച്ചുവർ ആയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമയത്താണ് ജെനറ്റിക് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് 13 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള സ്റ്റേജിനെയാണ് നമ്മൾ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ശാരീരികമായ മാറ്റങ്ങൾ, ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ട്, സെക്ഷൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ അവൻ്റെ ചെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ആൺകുട്ടിയാണെങ്കിൽ മീശ വന്ന് തുടങ്ങുന്നുണ്ട്, ജെനിറ്റൽ പാർട്ട് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, സെക്ഷൽ തോട്ട്സ് വരുന്നുണ്ട്. അവനോൺ ഈസ് ഡെവലപ്പിംഗ് ഈസ് ഓൺ പേഴ്സണാലിറ്റി ഓർ ഇസ് ഓൺ ഗോൾ. ജീവിതത്തിൽ എത്രാം ക്ലാസ്സിൽ എത്തണം, എന്ത് ചെയ്യണം, ഭാവിയിൽ എന്താകണം എന്നൊക്കെ പറഞ്ഞ ഒരു തീരുമാനം എടുക്കാൻ ശ്രമിക്കും. ഇതേ സമയത്ത് ഇതിൻ്റെ ദോഷവശങ്ങളും ഉണ്ട്. ഇതേ പ്രായത്തിൽ തന്നെയാണ് സ്മോക്കിങ്ങിലേക്ക് പോവുക, ആൽക്കഹോളിസത്തിലേക്ക് പോവുക, ഡ്രഗ് അഡിക്ട്സിലേക്ക് പോവുക, പിയർ ഗ്രൂപ്പുമായിട്ട് ചേരാതെ പറ്റുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ഫ്രോയിഡ് പറയുന്നത് ഈ ജെനറ്റിക് സ്റ്റേജിൽ അഡോളസൻസ് സ്റ്റേജ് മുതൽ പ്യൂബർട്ടി സ്റ്റേജ് മുതൽ അഡോളസൻസ് സ്റ്റേജ് വരെ നല്ലൊരു കാലഘട്ടമാണെങ്കിൽ, കുട്ടിക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ അത് അവൻ്റെ പേഴ്സണാലിറ്റിയെ അനുകൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ഓറൽ സ്റ്റേജ്, എനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റന്റ് സ്റ്റേജ്, ജെനറ്റിക് സ്റ്റേജ് പോകുന്ന കുട്ടികളിലെ ആ സമയത്ത് പോകുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന പോസിറ്റീവ് സ്ട്രോക്കുകൾ അല്ലെങ്കിൽ അവന് കിട്ടുന്നതായ നല്ല നല്ല കാര്യങ്ങൾ അവൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി എടുക്കും എന്നാണ് പറയുന്നത്. എറിക് എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി പറയുന്നത്, എറിക് എറിക്സനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് പ്രീ ഡിറ്റർമിൻഡ് ഓർഡറാണ്. അതായത് നമുക്ക് ഒരു കുട്ടി അവൻ ജനിച്ചു വളരുമ്പോൾ സോഷ്യലി മാൽ അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ മാലിഗ്നൻസിസ് ഉണ്ടാകുമ്പോൾ അവൻ്റെ പേഴ്സണാലിറ്റി ബാധിക്കും. അതായത് സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതായ അനുഭവങ്ങൾ, അതിന് ചില ഘടനകളുണ്ട്, ഓരോ ഘടനകളുണ്ട്, ഓരോരോ സ്റ്റേജുകളുണ്ട്. ആ സ്റ്റേജിൽ കൂടെ കടന്നു വരുമ്പോഴത്തേക്ക് അവനുണ്ടാകുന്നതായ പോസിറ്റീവ് സ്ട്രോക്കുകൾ ഓർ നെഗറ്റീവ് സ്ട്രോക്ക് രണ്ടും ആകും, അത് അവനെ ബാധിക്കും. പോസിറ്റീവ് സ്ട്രോക്ക് ആണെങ്കിൽ ആ കുട്ടി നല്ല പേഴ്സണാലിറ്റി ആകും, അവൻ്റെ വളർച്ചയെ ബാധിക്കും. ഇതിനെ കുറച്ചും കൂടെ, അതായത് കുറച്ചും കൂടെ വ്യക്തമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 0 to 21 years, 21 to 60 years, 60+ എന്ന് പറഞ്ഞാൽ അത് എറിക് എറിക്സൺ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞു. ഇതാണ് ഇദ്ദേഹം പറഞ്ഞതാണ്, ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൂടെ വരുന്ന കുട്ടികൾക്ക് സമൂഹത്തിൽ നേരിടുന്നതായ മാലിഗ്നൻസീസ്, അത് നെഗറ്റീവായിട്ടുള്ള ഔട്ട്കംസും അതെല്ലാം അവന് കിട്ടുന്നതായ പോസിറ്റീവായിട്ടുള്ള സംഗതികളുമാണ് ആ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുക. അപ്പോൾ ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ അവനുണ്ടാകുന്ന ഒരു നല്ല സ്റ്റോക്കാണെങ്കിൽ, നല്ല അനുഭവങ്ങളാണെങ്കിൽ അവൻ നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാകും. ഇതാണ് എറിക് എറിക്സൺ. തിയറികൾക്കൊന്നും വ്യത്യാസമില്ല, എല്ലാവരും പറഞ്ഞിരിക്കുന്നതാണ്, ഡെവലപ്മെൻറ്റ് സ്റ്റേജസിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇദ്ദേഹം ഓരോ സ്റ്റേജ് പറഞ്ഞു. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ഇൻഫൻ്റ് ആകുമ്പോൾ 0 to 1 years ഒരു കുട്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള എക്സകൾ കിട്ടും. കുട്ടി ജനിച്ച് വീഴുമ്പോൾ അമ്മയും അച്ഛനും നന്നായിട്ട് കുട്ടിയെ നോക്കുക, പരിചരിക്കുക, അമ്മയുടെ സ്നേഹം കിട്ടുക, മുലപ്പാല് കിട്ടുക, അവൻ്റെ വളർച്ചയിൽ ഓരോന്നും അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാകും, അവനെ ചെയ്യാൻ ഓരോ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അവന് ട്രസ്റ്റ് ഉണ്ടാകും. ഇല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ആകും, അവന് സമൂഹത്തിനോടുള്ള ഇഷ്ടം താല്പര്യം കുറഞ്ഞ് അവന് പേഴ്സണാലിറ്റി പ്രശ്നം ഉണ്ടാകും. പിന്നെ അടുത്ത ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നടക്കാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി, സാധനങ്ങൾ എടുത്തു വെക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് പറയാം, കഷ്ടം പറയാം, നീ ചെയ്യുന്നത് ശരിയാകുന്നില്ലെന്ന് പറയാം. അപ്പോൾ സ്വന്തമായിട്ട് കുട്ടികൾ ഓരോ സംഗതി ചെയ്യുമ്പോൾ, ഒരു സാധനം എടുക്കാൻ പോകുന്നു, അല്ലെ നടക്കാൻ പോകുന്നു, അല്ലെ വീഴുന്നു, ചിലപ്പം ആകാംക്ഷയോടുകൂടി നോക്കുന്നു. അപ്പോൾ കുട്ടികളെ നമ്മൾ കളിയാക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ അത് പേഴ്സണാലിറ്റി ബാധിക്കും. അവന് ഇൻഡിപെൻഡൻസ് നഷ്ടപ്പെട്ടിട്ട് അതിനെക്കാട്ടും കൂടി സംശയവും ഷെയിമും ഗിൽറ്റ് ഫീലിങ്ങുമാണ് ഉണ്ടാകുന്നത്. അതാണ് എറിക് എറിക്സന്റെ സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നത്. തേർഡ് സ്റ്റേജ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണ്. പ്രീ സ്കൂൾ ഏജ് ആണ്, 4 to 6 years. അപ്പോൾ 4 വയസ്സ് മുതൽ 6 വയസ്സ് മുതൽ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ തന്നെത്താൻ ചെയ്യാൻ താല്പര്യം തുടങ്ങി. തന്നതായ ഒരു സാധനം എടുത്ത് വെക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക, എന്താണ് ചോദിക്കുക. അപ്പോൾ ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ അവനെ നമ്മൾ കളിയാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവനെ മോട്ടിവേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് അവന് കുറ്റബോധമായിട്ട് വരും. ഇനി ഒന്നിനും കൊള്ളാത്തവനായി എന്നുള്ള തോന്നൽ വരും. അപ്പം ഇവിടെ ഇനിഷ്യേറ്റീവ്, അതായത് എന്തെങ്കിലും ചെയ്യാൻ കുട്ടി ശ്രമിക്കുമ്പോഴും നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം. ശരിയോ തെറ്റോ എന്നുള്ളത്, അതിൻ്റെ തെറ്റുകൾ നമ്മൾ തിരിച്ചു കൊടുക്കണം. ശരി നമ്മൾ അവനെ അപ്രീഷിയേറ്റ് ചെയ്യണം, അഭിനന്ദിക്കണം, വീണ്ടും വീണ്ടും ചെയ്യുവാനുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കണം. ദാറ്റ് ഇസ് കോൾഡ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. സെക്കൻഡ് ഇൻഡസ്ട്രി വേഴ്സസ്. 7 വയസ്സ് മുതൽ 12 വയസ്സ് ഇൻഡസ്ട്രിയാണ്, ആൾക്കാരുമായിട്ട് ചേരാനായിട്ടുള്ളത്. സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, സ്കൂളുകളിൽ പോയി ഫ്രണ്ട്സുമായിട്ട് ചേർന്നു, ടീച്ചേഴ്സുമായിട്ട് ചെന്നു, അവൻ പറയാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ
ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി നമ്മൾ അവനെ സഹായിക്കുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക, ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കൊടുക്കാണ്ടിരിക്കും. അങ്ങനെ വന്നില്ലെങ്കിൽ അവൻ സമൂഹത്തിൽ ഒറ്റപ്പെടുകയും അവന് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പം ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ് 0 to 1 years. Autonomy versus shame, that's called toddler stage എന്നാണ് പറയുന്നത്, 2 to 3 years. Initiative versus guilt, 4 to 6 years. Industry versus inferiority, 7 to 12 years. Then identity versus role confusion. അപ്പോൾ അഡോളസൻ്റ് ആയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഡോക്ടറാണ്, ഞാൻ ഒരു എഞ്ചിനീയറാണ്, പഠിച്ചു തുടങ്ങി, ഞാനൊരു വ്യക്തിയായിട്ട് നമ്മൾ സമൂഹം അംഗീകരിക്കണം. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ പിന്നെ പ്രോത്സാഹിപ്പിക്കണം. ശരി, നീ കൊള്ളാം, നീ ഒരു നല്ല വ്യക്തിത്വമുള്ള ഒരാളാണ്, അങ്ങനെ ചെയ്യണം. അപ്പം എന്ത് ജീവിതത്തിൽ എടുക്കണം, തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഓരോ കാര്യം. അപ്പോൾ പലപ്പോഴും നമ്മൾ കുട്ടികളെ പറയുന്നതാണ്, നിങ്ങൾ ഇപ്പം കുട്ടികൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജാണ്. പ്രായപൂർത്തിയാകുമ്പോൾ കുട്ടികൾ പറയും, ദേ നീ ഇപ്പം പ്രായപൂർത്തിയായി, വലിയൊരു ആളായി, അങ്ങനെ പെരുമാറണമെന്ന് പറയുക. അതേസമയം നമ്മുടെ കുട്ടി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിലേക്ക് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും, ദേ പിള്ളേരുടെ കാര്യം നോക്കിയാൽ മതി. സോ ദർ ഇസ് എ റോൾ കൺഫ്യൂഷൻ. ഒരേ സമയത്ത് അച്ഛനും അമ്മയും പറയുന്നു നീ മെച്ചുവറായിരുന്നു, അതേ സമയത്ത് എന്തെങ്കിലും അത് ഇടപെടുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും പറയുന്നു നീ വളർന്നില്ല എന്ന് പറയുന്നു. ദിസ് കോൾഡ് ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ദെൻ ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. കാരണം യങ് അഡൽട്ടൊക്കെ 20 വയസ്സ് 34 വയസ്സ് മുതൽ ഒരു കുടുംബം ഉണ്ടായി, ആ കുടുംബമായിട്ട് ചേരുന്നു, ഭാര്യയൊക്കെ ആയിട്ട് ചേർന്ന് വിടുന്നു, ഒരു സേഫ്റ്റി സെക്യൂരിറ്റി ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ വന്നാൽ നല്ല ബന്ധങ്ങളും നല്ല അനുഭവങ്ങളും ജീവിതത്തിലുണ്ടായ ഇൻറ്റിമൈസസ് വേഴ്സ് ഐസൊലേഷൻ, എന്തെങ്കിൽ അവന് നല്ലതായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടും. ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ. സീനിയറൈസ് ഈഗോ ഇൻറ്റഗ്രിറ്റി, അതുവരെ വളർന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത കാര്യങ്ങളും മാനസികമായ പ്രശ്നങ്ങളാണ് ഈഗോ ഇൻറ്റഗ്രിറ്റി. അങ്ങനെ സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രായഘട്ടത്തിൽ വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായില്ലെങ്കിൽ അവർ ഒറ്റപ്പെടലാണ്. ഞാൻ എന്തൊരു സമൂഹത്തിലേക്ക് വന്നു, എന്നെ ഒരു ഗുണവുമില്ല എന്നുള്ള തോന്നലുണ്ടാകും. സോ എറിക്സൺ സൈക്കോ സോഷ്യൽ തിയറി പറയുന്നത്, ഫസ്റ്റ് വൺ 0 to 1 years, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, toddler stage 2 to 3 years, autonomy versus shame and doubt. Then 4 to 6 years, initiative versus guilt. 7 to 12 years, industry versus inferiority. 13 to 19 years, identity versus role. Young adult 20 to 34 years, intimacy versus isolation. Senior citizen 65 years onwards, ego integrity versus despair. ഇതാണ് എറിക്സൺ പറഞ്ഞിരിക്കുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് സ്റ്റേജസ്. Then Piaget, that is another theory. അപ്പോൾ ഇദ്ദേഹം വേറൊരു തലത്തിലേക്കാണ്. ഇദ്ദേഹം പറഞ്ഞത് സമൂഹവുമായിട്ട് ചേരുന്നത്, അതായത് ഏതൊക്കെ നോളജാണോ അത് അണ്ടർസ്റ്റാൻഡിബിൾ, അതായത് സ്കീംസ് ആർ കാറ്റഗറീസ് ഓഫ് നോളജ്, അതായത് അറിവുകൾ, നമ്മൾ സമൂഹത്തെക്കുറിച്ചുള്ള അറിവുകൾ, സമൂഹമായിട്ട് ചേരുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് ദാറ്റ് ഇസ് കോൾഡ് സ്കീമാസ്. അപ്പോൾ ഇത് അടുത്ത ഡെവലപ്മെൻറ്റ് സ്റ്റേജിലേക്ക് ഡെവലപ്മെൻറ്റ് തിയറി പിഗെയുടെ തിയറിയാണ്. പിഗെ പറയുന്നത് സ്കീമാസ്, അദ്ദേഹം പല കാറ്റഗറി ആയിരുന്നു. സ്കീമാസ്, ദെൻ അഡാപ്റ്റേഷൻ, അതായത് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളെ ഇൻ്റർപ്രറ്റ് ചെയ്യുക, മനസ്സിലാക്കുക, അറിവ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ആ ബയോളജിക്കൽ പ്രോസസ്സിലൂടെ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അത് ഉൾക്കൊള്ളുക. ഓർ ഏത് ജീവജാലങ്ങളാണെങ്കിലും സമൂഹവുമായിട്ട് ചേരാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടാവും. ആ മാനസികാവസ്ഥയ്ക്കകത്ത് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ. അപ്പോൾ അസിമിലേഷനും അക്കമഡേഷനും, അപ്പോൾ അസിമിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്ന ഒരു കാര്യങ്ങൾ, പഴയ ഒരു കാര്യങ്ങൾ, അതായത് ആ പ്രോസസ്സ് ചെയ്ത ഇൻഫർമേഷൻ പ്രീവിയസ്ലി എക്സിസ്റ്റിംഗ് സ്കീമിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞാൽ, അതായത് ഇദ്ദേഹം പറയുന്ന തിയറി എന്ന് വെച്ചാൽ അറിവ്, നമ്മൾ സമൂഹത്തെക്കുറിച്ചുള്ള അറിവ്, ആ സമൂഹത്തെക്കുറിച്ചുള്ള അറിവും സമൂഹത്തെ മനസ്സിലാക്കുകയും അത് ഉൾക്കൊണ്ടിട്ട് അത് നമ്മളെങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു, ആ ചേഞ്ചസ് എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സമൂഹത്തെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു. അതായത് സ്കീമാസ് എന്ന് പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആ വേൾഡിനെ കുറിച്ചുള്ള അറിവും ആ വേൾഡിനെ കുറിച്ചുള്ള അറിവ് അഡാപ്റ്റേഷൻ, അതെങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഉൾക്കൊള്ളണമെങ്കിൽ രണ്ട് രീതിയിലാണ്. ഒന്ന് അസിമിലേഷൻ, പഴയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുമ്പോൾ പുതിയ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ പഴയ കാര്യത്തെ നമ്മൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു. അപ്പം ഇങ്ങനെയുണ്ട്, രണ്ടെണ്ണമുണ്ട്, അസിമിലേഷൻ ആൻഡ് അക്കമഡേഷൻ.
ഇത് വന്നു കഴിയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇത് തമ്മിലുള്ള ഇക്വിലിബ്രിയമാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ല ഒരു വ്യക്തിയുടെ വളർച്ചയെ ചെയ്യുന്നത്. പി.കെ പറഞ്ഞതെന്ന് വെച്ചാൽ അറിവ് എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തെക്കുറിച്ചുള്ള അറിവ്, ആ അറിവ് ഉൾക്കൊണ്ട് നമ്മൾ മാറ്റപ്പെടുക, അല്ലെങ്കിൽ അതുമായിട്ട് നമ്മൾ ചേരുക. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്. പേഴ്സണാലിറ്റി ഇസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ അഡ്ജസ്റ്റ് മെൻ്റലി ആൻഡ് ഫിസിക്കലി വിത്ത് ദ എൻവയോൺമെൻറ്റ്. സമൂഹവുമായിട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ചേരാൻ പറ്റുന്നതാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം എന്ന് പറയാറുണ്ട്. എന്ന് ഇവിടെ പി.കെ പറയുന്നതാണ്, നമ്മൾ സമൂഹത്തുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നോളജ് കൊണ്ട്, അറിവ് കൊണ്ട് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊള്ളുക. ആ ഉൾക്കൊള്ളാൻ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, പഴയ കാര്യങ്ങൾ, പഴയ അറിവുകൾ പുതിയ അറിവുകളെ ഉൾക്കൊള്ളാനായിട്ട് എങ്ങനെ ശ്രദ്ധിക്കുന്നു, പുതിയ അറിവുകൾ പഴയ അറിവുകളെ എങ്ങനെ താരതമ്യപ്പെടുത്തുന്നു. ഇത് രണ്ടും വന്നിട്ട് ഇത് തമ്മിലുള്ള ഇക്വിലിബ്രിയമാണ്. അറിവും ആ അറിവിനെ ഉൾക്കൊള്ളാനുള്ളതും അത് മാനസികമായിട്ട് ചേരാനുള്ളതും പറ്റുന്നതായ ആ ഇക്വിലിബ്രിയം ബാലൻസ് ചെയ്യുക. അതുകൊണ്ട് ബാലൻസ് ചെയ്ത് വരുന്നതാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതാണ് വളർച്ചയിലുണ്ടാകുന്ന പി.കെയുടെ കോൺസെപ്റ്റ്. ഇത് അദ്ദേഹത്തിന് പല സ്റ്റേജുകൾ പറഞ്ഞു. അത് സെൻസറി മോട്ടോർ സ്റ്റേജ്. അപ്പോൾ സെൻസറി മോട്ടോർ സ്റ്റേജിൽ പല ഡെവലപ്മെൻ്റ് ഉണ്ട്. അത് പറഞ്ഞുതരാം. ഒരു കുട്ടി ആദ്യം വരുന്നു, ജനിച്ചു വീഴുന്നു, അമ്മയുടെ ശബ്ദം കേൾക്കുന്നു, അല്ലെ അമ്മ കൊടുക്കുന്നത് കേൾക്കുന്നു. അത് സെൻസറി മോട്ടോർ നമ്മൾ മനസ്സിലാക്കിയെടുക്കും. അത് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അത് പതുക്കെ നീന്താനും മോട്ടോർ ആക്ടിവിറ്റീസിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഓരോ ഡെവലപ്മെൻ്റ് സ്റ്റേജസ് വരുന്നുണ്ട്. അപ്പോൾ 0 to 2 years ആദ്യത്തെ സെൻസറി മോട്ടോർ സ്റ്റേജസ് ആണ്. എല്ലാത്തിനെയും കേട്ടും മണത്തും അറിഞ്ഞും തൊട്ടും മനസ്സിലാക്കുന്ന കാലഘട്ടം. ദെൻ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജാണ് 2 to 7 years. ഇത് സാധാരണഗതിയിൽ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. അതെന്ന് വെച്ചാൽ അമ്മ എന്ന് പറയുന്നു, അച്ഛ എന്ന് പറയുന്നു, എൻ്റെ ആവശ്യങ്ങൾ ഞാൻ പറയുന്നു, എനിക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറയുന്നു, എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കും, എൻ്റെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നു. അത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജാണ്. അത് സ്കൂൾ വരെ പോകുന്ന സമയങ്ങൾ. ദെൻ സ്റ്റേജ് 3 കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 to 12 years. ഇവിടെ ലോജിസ്റ്റിക് കൺസർവേഷൻ റിവേഴ്സബിലിറ്റി, അതായത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കഴിവ്. ഇപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ കുട്ടിക്ക് അത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുക, കാര്യകാരണ സഹിതം പറയാനുള്ള അറിവ് അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള അറിവുണ്ടാവുകയില്ല. പക്ഷെ അവനോട് സംസാരവും ലാംഗ്വേജൊക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, സംസാരവും കാര്യങ്ങളൊക്കെ ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, വാക്കുകൾ കൂട്ടി പറയാൻ പറ്റുന്നുണ്ട്, ആവശ്യങ്ങൾ നിരത്തി പറയാൻ പറ്റുന്നുണ്ട്. എനിക്ക് വെള്ളം വേണം, എനിക്ക് ഒരിടത്ത് പോകണം, ഇതെൻ്റെ കളിപ്പാട്ടമാണ്, ഇതെൻ്റെ അമ്മയാണ്, ഇതെൻ്റെ അച്ഛനാണ്, എനിക്കിത് വേണം. അപ്പം ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു, കാര്യങ്ങൾ അവനങ്ങോട്ടേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതായി. പക്ഷെ അടുത്ത 7 വയസ്സ് മുതൽ 12 വയസ്സ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ലോജിക്ക്, എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു. പിന്നെ കൺസർവേഷൻ, നമ്മൾ എന്തൊക്കെ സൂക്ഷിച്ചു വെക്കുക, എടുത്തു വെക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒന്നും ചെയ്തു കഴിഞ്ഞാൽ പല ജീവിതത്തിലെ കാര്യങ്ങളും റിവേഴ്സിബിലിറ്റി ഉള്ളതാണ്. അതായത് നമ്മൾ ഒരു കളിമണ്ണൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടാക്കിയത് ഇത് വീണ്ടും തിരിച്ച് വിട്ടിട്ട് അതിനെ പഴയതുപോലെ ആക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നതാണ് 7 to 12 years. സ്റ്റേജ് 4 ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്, ദാറ്റ് ഈസ് അഡൽട്ട്ഹുഡ്. ഇവിടെ ലോജിക്കൽ മാത്രമല്ല അബ്സ്ട്രാക്ട് തിങ്കിങ് കൂടെ ഉണ്ടാകും, പിന്നെ പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളുണ്ട്. അപ്പം 2 വയസ്സ് വരെയുള്ള കുട്ടികൾ പ്രോബ്ലം സോൾവിങ് ഒന്നും ഉണ്ടാക്കില്ല. അവരെ സംബന്ധിച്ച് ലോജിക്കൽ തിങ്കിങ് ആയിട്ടൊന്നും അബ്സ്ട്രാക്ട് തിങ്കിങ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കുറച്ച് അടുത്ത സ്റ്റേജിൽ വരും കുറച്ചുകൂടെ ഉണ്ടാവും, ലോജിക്ക് ഉണ്ടാവും, കൺസർവേഷൻ ഉണ്ടാവും, റിവേഴ്സിബിലിറ്റി ഉണ്ടാവും. അടുത്ത സ്റ്റേജ് വരുമ്പോൾ 4th സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഓപ്പറേഷൻ സ്റ്റേജായി. ലോജിക്കുണ്ട്, അബ്സ്ട്രാക്ട് തിങ്കിങ് ഉണ്ട്, കാര്യകാരണ സഹിതം ചിന്തിക്കാനുള്ള ഇതുണ്ട്, പ്രോബ്ലം സോൾവിങ് പ്രശ്നത്തെ പരിഹരിക്കാനുള്ള കഴിവുണ്ട്. ഇതാണ് പി.കെയുടെ തിയറി. പി.കെയുടെ തിയറി ഒന്നുകൂടെ നിങ്ങൾ നോക്കിക്കോ. പി.കെയുടെ തിയറി പറയുന്നത് അഡോപ്റ്റ് ചെയ്യാണ്. ഇത് കോഗ്നിറ്റീവ്, ഇതിന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്നാണ് പറയുന്നത്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ഈ സമൂഹത്തിലുള്ള കാര്യങ്ങളെ അറിവ് കൊണ്ട് നമ്മൾ ഉൾക്കൊള്ളുക, നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുക. അതാണ് നമ്മൾ പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്കീമാസ് ആർ കാറ്റഗറീസ് നോളജ് ദറ്റ് ഹെൽപ്പ് ടു ഇൻ്റർപ്രറ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്. സമൂഹത്തെ മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുകയും, നമ്മൾ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പറയും, എനിക്ക് മനസ്സിലായ മാത്രം മനസ്സിലാകുന്ന കാര്യങ്ങൾ പറയുകയും കൂടെ ചെയ്യാം.
അത് കഴിഞ്ഞാൽ മാത്രം പോരാ, ആ പറഞ്ഞു പോയ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ ബയോളജിക്കലി നമ്മൾ അഡോപ്റ്റ് ചെയ്യണം, ഉൾക്കൊള്ളണം. ആ ഉൾക്കൊള്ളണമെങ്കിൽ നമുക്ക് ചില പ്രോസസ്സിനകത്തുണ്ട്. ഒന്ന് അസിമുലേഷൻ. അപ്പോൾ ടേക്കിംഗ് ന്യൂ ഇൻഫർമേഷൻ, പഴയ കാര്യങ്ങളിലേക്ക് ന്യൂ ഇൻഫർമേഷൻ ഇൻ ദ ഓൾഡ് വൺ. ഇപ്പം നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യം, പഴയ കാര്യങ്ങൾ, അതിനകത്ത് ഉദാഹരണം പറയാം, ഒരു കാലത്ത് വിചാരിച്ചുകൊണ്ടിരുന്നത് സൂര്യൻ ഭൂമിയാണ് ചുറ്റുന്നതെന്ന്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മനസ്സിലായി അങ്ങനെയല്ല, സൂര്യൻ ഭൂമിയല്ല, ഭൂമി സൂര്യനെയാണ് ചുറ്റുന്നത്. അപ്പോൾ പുതിയ ഇൻഫർമേഷനായി. അത് നമ്മൾ ഉൾക്കൊള്ളണം, അത് നമ്മളിലേക്ക് നമ്മൾ എടുക്കണം. അത് നമ്മൾ ജെയിംസ് ലാക്ക് തിയറിയൊക്കെ നമ്മൾ പറയും. ജെയിംസ് ലാക്ക് തിയറി ഒക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇമോഷൻസിനകത്ത് നമ്മൾ പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കുക. ആദ്യം നമ്മുടെ വിചാരിച്ചെന്താണ്, ഒരാൾ പേടിച്ചോടി. ജെയിംസ് ലാക്ക് പറഞ്ഞ അങ്ങനെയല്ല, പേടിച്ചു, ഒരു സംഗതി നടന്നു, നമ്മൾ ഓടിയത് കൊണ്ട് പേടിയാണെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒരു കാലത്ത് വിചാരിച്ചുകൊണ്ടിരുന്നു ഭൂമിയെ സൂര്യൻ ചുറ്റുകയാണ്. കാരണം അങ്ങനെ നമ്മൾ കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്നു. അപ്പം സൂര്യൻ ഭൂമിയെ ചുറ്റുകയാണ്. അത് മാറി, പുതിയ നോളജ് വന്നു. ആ പുതിയ നോളജ് വന്നതിന് നേരെ തിരിച്ചാണ്, സൂര്യൻ ഭൂമിയല്ല, ഭൂമി സൂര്യനാണ് ചുറ്റുന്നത്. സോ ന്യൂ ഇൻഫർമേഷൻ. സോ പഴയത് പുതിയ ഇൻഫർമേഷൻ, പഴയ ഇൻഫർമേഷൻ നമ്മൾ മാറിക്കൊടുക്കുക, അത് നമ്മൾ ഉൾക്കൊള്ളുന്നു. മറ്റേ നേരെ തിരിച്ചാണ്, പഴയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതുകൊണ്ട് പല പുതിയ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുക. ആ വ്യക്തി എക്സിസ്റ്റിംഗ് ഐഡിയാസ് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അത് മാറ്റുക. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. We believe that the balance between assimilation and accommodation, ഇത് രണ്ടും കൂടെ, പഴയ കാര്യങ്ങൾ കൊണ്ട് പുതിയ കാര്യങ്ങൾ മാറ്റപ്പെടുക, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പഴയ കാര്യങ്ങൾക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടെ വരുന്ന ഒരു ഇക്വിലിബ്രിയം ഇതാണ് നമ്മൾ പറയുന്നത് ബാലൻസ് ബിറ്റ്വീൻ അസിമുലേഷൻ ആൻഡ് അക്കമഡേഷൻ. അതാണ് ഇക്വിലിബ്രേഷൻ എന്ന് പറയുന്നത്. ദെൻ പി കെ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞു. സെൻസറി മോട്ടോർ. അപ്പം സെൻസറി മോട്ടോർ ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. സെൻസറി മോട്ടോർ ഡെവലപ്മെന്റ് സ്റ്റേജസ്, അതായത് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ മുതലേ 2 വയസ്സ് വരെ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അവിടെ കൂടുതൽ ലാംഗ്വേജിനെക്കാട്ടിലും കൂടുതൽ കുറെ കാര്യം തൊട്ടറിയാനും കണ്ടറിയാനും മനസ്സിലാക്കാനുമുള്ള ഇതാണുള്ളത്. കുട്ടി കമന്ന് വീഴുക, നീന്തുക, ഇരിക്കുക, നിൽക്കുക, നടക്കുക, പിന്നെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ടച്ച് ചെയ്ത് നമ്മൾ അറിയാനായിട്ടുള്ളത്. കണ്ടറിയുന്നതിലും കൂടുതൽ തൊട്ടെടുത്ത് നോക്കുക. അതുകൊണ്ടാണ് കൊച്ചുകുട്ടികളൊക്കെ നടന്നു എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ പിടിക്കാനുള്ള സ്വഭാവങ്ങളുണ്ടാകുന്നത്. അത് ഈ സെൻസറി മോട്ടോർ ഡെവലപ്മെന്റ് സ്റ്റേജസ് ആയതുകൊണ്ടാണ്. അത് 2 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കും. ദാറ്റ് ഇസ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. ഇവിടെ ലാംഗ്വേജ് ആണ് കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. അതേ കുട്ടി വാക്കുകൾ പറയാൻ തുടങ്ങി, ആവശ്യങ്ങൾ പറയാൻ തുടങ്ങി, കൂടുതൽ ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി. ദാറ്റ് ഇസ് കോൾഡ് ലാംഗ്വേജ് ഡെവലപ്പ്. 2 to 7 years. 7 to 12 years കുട്ടിക്ക് ലോജിക്കൽ തിങ്കിങ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കുട്ടി അതെന്താണ് അങ്ങനെ നടന്നത്, ഇതെന്താ ഇങ്ങനെ വരുന്നത്, അതെന്തുകൊണ്ട് അങ്ങനെ വരുന്നത് നമ്മളോട് ചോദിക്കുക. ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തു. ഇപ്പം നമ്മൾ പറയാം മാങ്ങ വീണു, അപ്പോൾ എന്തുകൊണ്ട് മാങ്ങ താഴോട്ട് വീണത് അത് അതിന് സയൻസ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ കുട്ടിക്ക് അറിയാം എന്തുകൊണ്ട് വീണു, അപ്പോൾ അതെന്താ അങ്ങനെ സംഭവിച്ചത്. ദെൻ അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രൂപമാറ്റങ്ങൾ വരുത്താൻ പറ്റും, അല്ലെങ്കിൽ ഒരു കാര്യം തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചത്. സ്റ്റേജ് 3. സ്റ്റേജ് 4 ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. 12 വയസ്സ് മുതൽ അഡൽട്ട്ഹുഡ് വരെ. ഈ പറഞ്ഞ പോലെ 12 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞത് പ്യൂബർട്ടി സ്റ്റേജ് മുതൽ അത് ഇവിടെ ലോജിക്കലും മാത്രമല്ല അബ്സ്ട്രാക്ട് തിങ്കിങ്ങും ഉണ്ടാവും. അതുപോലെ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച്, എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കാനും ഉണ്ടാവും. അതായത് നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ 18 വയസ്സ് കഴിയുമ്പോഴാണ്, 18 വയസ്സാകുമ്പോഴത്തേക്കാണ്, പ്യൂബർട്ടി സ്റ്റേജ് കഴിയുമ്പോഴാണ് കുട്ടികൾക്ക് അവരവരുടേതായ ഒരു ചിന്താഗതി ഉണ്ടാകുക. ആ ചിന്താഗതി വളരുന്ന പ്രായം എന്ന് പറയുന്നത് അഡോളസൻസ് ആണ്. അപ്പോൾ അതാണ് സ്റ്റേജ് 4 ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതോടുകൂടി പികയുടെ തിയറികൾ കഴിഞ്ഞു. ദെൻ റഷ്യൻ സൈക്കോളജിസ്റ്റ് എന്ന വിഗോട്സ്കി തിയറി വന്നു. വിഗോട്സ്കി കുറച്ചും കൂടി ഒരു ഡെവലപ്മെന്റ്, അതായത് കോഗ്നേഷൻ ദ സൊസൈറ്റി ആൻഡ് ദ കൾച്ചർ ഓഫ് ദ ചിൽഡ്രൻ പ്ലേസ്, അതായത് സമൂഹവും അവൻ്റെ സമൂഹത്തിൻ്റെതായിട്ടുള്ളതായ സംസ്കാരവും. സൊസൈറ്റി മാത്രമല്ല,
സംസ്കാരവും കൂടെ ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. അത് മാത്രം പോരാ, ലാംഗ്വേജ് ഓഫ് ദ സൊസൈറ്റി, അത് ആ സമൂഹത്തിലുണ്ടാകുന്ന സംഭാഷണം എന്ന് പറയുന്നത് സംസ്കാരം തന്നെയാണ്. ആ സംസ്കാരവും അവൻ്റെ വളർച്ചയിൽ നമ്മൾ ബാധിക്കുന്നു. അതുപോലെ തന്നെ നോളജ്, അറിവ് മറ്റുള്ളവരെയും നേടുക. ആ അറിവ് നമ്മൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതാണ് ഒരാളുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നതാണ് വിഗോട്സ്കി എന്ന റഷ്യൻ ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. അപ്പോൾ അതിൽ ഒരു കുറേ തിയറികൾ, സെൻട്രൽ കോൺസെപ്റ്റ്. അതായത് ഒന്ന് നോളജാണ്, അറിവാണ്, ബുദ്ധിയാണ്. അതായത് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയോ എടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് അത് കണ്ട് കേട്ട് പഠിക്കാൻ ഉള്ള കഴിവ്. That is called more knowledgeable others. MKO. അത് നമ്മൾ കൂടുതൽ ആൾക്കാരെ കുറിച്ച് അറിയാം, അതിനുള്ള ബുദ്ധി, ആ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അറിവ്, ജ്ഞാനം. ഇതാണ് ആദ്യം സെൻട്രൽ കോൺസെപ്റ്റ്. അത് കൂടാതെ അടുത്ത പറഞ്ഞു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. അത് ഇപ്പം നമ്മുടെ ബുദ്ധിപരമുള്ളതും ഇപ്പം നമ്മുടെ അനുഭവങ്ങളും കൊണ്ടും അത് പ്രസന്റ് ലെവലിൽ നമ്മൾ അവിടെ നിൽക്കുന്നു, അതുകൊണ്ട് മറ്റുള്ളതിനെ അറിയുവാനായിട്ടുള്ള കഴിവ്. അതായത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രസന്റ് ലെവൽ ഓഫ് ഡെവലപ്മെന്റ് അറ്റൈൻഡ്. ഇപ്പം നമ്മളിവിടെ വരെ വേണ്ടി വേറെ ആരെയും അനുഭവം ഇല്ലാതെ അല്ല നമ്മുടെ ബുദ്ധി കൊണ്ട് വേറെ അടുത്ത ലെവലിലേക്ക് വരാൻ പറ്റുന്നവരാണ്. അപ്പം വിഗോട്സ്കി രണ്ട് സ്റ്റേജ് കൺസെപ്റ്റാണ് പറഞ്ഞത്. വൺ ഈസ് മോർ നോളജബിൾ അതേഴ്സ്, ദാറ്റ് ഈസ് MKO. ഒരാളുടെ മനസ്സിലാക്കാനുള്ള ബുദ്ധിപരമായ കാര്യങ്ങൾ. പിന്നത്തെ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്, അത് എവിടുന്ന് രണ്ട് പ്രസന്റും പഴയതുമായിട്ടുള്ള മറ്റുള്ളവരുടെ സഹായം കൂടാതെ അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏതാണ്. ഇദ്ദേഹത്തിന് മോറൽ ഡെവലപ്മെന്റ് പറഞ്ഞിരുന്നു പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്. അതായത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പറഞ്ഞത് തന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ എറിക്സന്റെ തിയറിയിൽ പറഞ്ഞു, ഫ്രോയിഡിന്റെ സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് പറഞ്ഞു, പിഗയുടെ സ്റ്റേജസ് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കോൾബർഗ്സ് തിയറി. ഇദ്ദേഹം ഒരു മോറൽ ഡെവലപ്മെന്റ് സ്റ്റേജസ് വെച്ചതാണ്. മോറൽ ഡെവലപ്മെന്റ് അതായത് മനുഷ്യൻ വളരുമ്പോഴും സമൂഹത്തിലുണ്ടാകുന്ന വാല്യൂസ്, മോറൽ വാല്യൂസ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇദ്ദേഹം തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ തന്നെ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. വൺ ഈസ് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിന് നമ്മൾ ശിക്ഷ അനുഭവിക്കുക. അപ്പോൾ ഒന്ന് ഒബീഡിയൻസ് ആൻഡ് പനിഷ്മെന്റ് ഓറിയന്റേഷൻ. ഒന്ന് ഒബീഡിയൻസ് പറഞ്ഞാൽ നമ്മൾ ആ നിയമങ്ങളെ നമ്മൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോവുക, അതാണ് ഒബീഡിയൻസ്. അതില്ലെങ്കിൽ നമ്മൾ പനിഷ്മെന്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരാളുടെ ഡെവലപ്മെന്റിൽ ആദ്യത്തെ കേസിൽ ഉണ്ടാകുന്നത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് ഒബീഡിയൻസ് ആൻഡ് പനിഷ്മെന്റ്, സ്റ്റേജ് 1. സ്റ്റേജ് 2 ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. അപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവരുടെ വ്യക്തിത്വമായിട്ട് നമ്മൾ ബന്ധപ്പെടുക. അപ്പം എനിക്കൊരാഗ്രഹമുണ്ട്, അത് അവൻ്റെ ചിന്താഗതി, എൻ്റെ ചിന്താഗതി, മറ്റേ ആളുടെ ചിന്താഗതിയാണ്. അപ്പം രണ്ടാളുടെ ചിന്താഗതികൾ തമ്മിലുള്ള ബാലൻസ് ചെയ്യൽ, നമ്മൾ അതിനെക്കുറിച്ച് കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജ്. ഇൻഡിവിജ്വലിസം മീൻസ് എക്സ്ചേഞ്ച്, എന്നെ മനസ്സിലാക്കുക, മറ്റേ ആൾ. ദെൻ കൺവെൻഷണൽ സ്റ്റേജ് സെക്കൻഡ് ലെവലാണ്. ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയാണ്. ആ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി രണ്ട് സ്റ്റേജാണ്. സ്റ്റേജ് 1 ഒബീഡിയൻസ് ആൻഡ് പനിഷ്മെന്റ്, സെക്കൻഡ് 1 ഇൻഡിവിജ്വൽ ആൻഡ് എക്സ്ചേഞ്ച്. ലെവൽ 2 കൺവെൻഷണൽ. സോ ഇറ്റ് ബേസ്ഡ് ഓൺ ദ ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. എങ്ങനെ ആരുമായിട്ട് കാണുന്നു, അവരുടെ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അവരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, അവരുടെ ചിന്താഗതികൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. Then stage 4 maintaining the social order. സമൂഹത്തിന് എല്ലാ ഇതുണ്ട്, നിയമങ്ങളുണ്ട്, അതിങ്ങനെ ലെവൽ വെച്ചിട്ട് ഇന്നയാളിങ്ങനെ ഇന്ന രീതിയിൽ എന്ന് പറയുന്നത്. അപ്പം മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ. നെക്സ്റ്റ് വൺ ഇസ് ദ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. അത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സോഷ്യൽ കോൺട്രാക്ട്, ഇൻഡിവിജ്വൽ റൈറ്റ്സ്, എന്തൊക്കെയുള്ള അവകാശങ്ങൾ, സമൂഹം അതിനെ എങ്ങനെ അംഗീകരിക്കുന്നു എന്നുള്ളത്, ആ നിയമങ്ങൾ നമ്മൾ എങ്ങനെ പാലിക്കപ്പെടുന്നു എന്നുള്ളത്, അതാണ് സോഷ്യൽ കോൺട്രാക്ട്, ഇൻഡിവിജ്വൽ.
സോ ഇത്രയും കാര്യങ്ങളാണ് കോൾബർഗ്സ് തിയറി പറയുന്നത്. അപ്പോൾ ഇതിന് ഓരോ ലെവലുകളുണ്ട്. ഫസ്റ്റ് വൺ ഈസ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. സെക്കൻഡ് വൺ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ് ഇൻഡിവിജ്വൽ ബേസ്ഡ് എക്സ്ചേഞ്ച്. അതിനകത്ത് സെക്കൻഡ് ലെവൽ കൺവെൻഷണൽ മൊറാലിറ്റി, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഈ സ്റ്റേജ് 5 എന്ന് പറയുന്നത് സമൂഹം എങ്ങനെ ഒരു നിയമത്തെ എടുക്കുന്നു, ആ നിയമത്തെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു, എങ്ങനെ അതിനെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു. ഈ സ്റ്റേജസ് വളരെ വളരെ നിർബന്ധമായിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മോറൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. മറ്റേ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇത് മോറലായിട്ട്, അത് മാനുഷികമായിട്ട് ചിന്താഗതിക്കനുസരിച്ച് എന്തൊക്കെ വളർച്ചകൾ ഉണ്ടാകുന്നു, എന്തൊക്കെ വ്യത്യാസമുണ്ടാകും, അതാണ്. അത് പ്രീ കൺവെൻഷണൽ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ്. നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ബാക്കിയുള്ള ആരെങ്ങനെ ചെയ്യുന്നു, എന്തായിരിക്കും സംഗതി എന്ന് പറയുന്ന സ്റ്റേജാണ് പ്രീ കൺവെൻഷണൽ. സ്റ്റേജ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. ഒരു വ്യക്തിയെ മനസ്സിലാക്കുക, മറ്റുള്ളവരുമായിട്ട് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി മുമ്പോട്ട് വരിക. അത് ഇൻഡിവിജ്വലിസം വേഴ്സസ് എക്സ്ചേഞ്ച്. ദെൻ ലെവൽ ടു. ആദ്യം ലെവൽ 1 2 ഭാഗങ്ങളുണ്ട്. സ്റ്റേജ് 1, സ്റ്റേജ് 2. ലെവൽ 2 കൺവെൻഷണൽ, ദാറ്റ് ഈസ് കോൾഡ് സ്റ്റേജ് 3, ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. സമൂഹമായിട്ട് ചേരുക, നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുക. നല്ല കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ കുട്ടികൾ സമൂഹത്തിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കും. ആ നിയമത്തെ അനുസരിച്ച് ഇതെല്ലാം ബേസ്ഡ് ഓൺ സോഷ്യൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, മൊറാലിറ്റിയെ ബേസ് ചെയ്തിട്ടുള്ള. ദെൻ മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി, സ്റ്റേജ് വൈസ് സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. അത് കുറച്ചുകൂടെ പ്രാധാന്യപ്പെട്ട് നമ്മൾ മനസ്സിലാക്കും. സമൂഹത്തിലുള്ള നിയമങ്ങൾ, അത് ഓരോരുത്തർക്കുള്ള നിയമങ്ങൾ, ആ നിയമങ്ങൾ എങ്ങനെ ഓരോരുത്തർ പാലിച്ചു വരുന്നു, അങ്ങനെയുള്ള സ്റ്റേജാണ് സോഷ്യൽ കോൺട്രാക്ട് ഇൻഡിവിജ്വൽ. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ഇത് പേഴ്സണാലിറ്റി എന്നത് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ്. നമ്മൾ പഠിക്കുന്ന ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, അതിന് 3 സ്റ്റേജായിട്ട് ഇത് മനസ്സിലാക്കി ബാക്കിയുള്ള മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ഡെവലപ്മെൻ്റൽ എന്ന് പറഞ്ഞത് ജനിക്കുന്നത് മുതൽ ഓൾഡ് ഏജ് വരെ, മരിക്കുന്നതും വരെ, അതിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെവലപ്മെൻറ്റ് സൈക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതും വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 3 സ്റ്റേജസ്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 21 years old, ജനിക്കുന്ന അന്ന് മുതൽ 21 വയസ്സ് വരെയുള്ള സമയം. പിന്നെ 21 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള, അത് അഡോളസൻസ് ആൻഡ് അഡൽട്ട് സ്റ്റേജ്. 60 വയസ്സിന് മുകളിലുള്ള ഓൾഡ് ഏജ്. അപ്പോൾ ഈ ഓരോ സ്റ്റേജിലും എന്താണെന്ന് ആലോചിക്കുക. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരുടെ ആവശ്യം എന്താണെന്ന് ചിന്തിക്കുക. 0 to 21 years, അതിൽ ഓരോ കാലഘട്ടങ്ങൾ, അതായത് 0 to 2 years ഇപ്പോൾ പഠിച്ചു. 2 പിഗയുടെ തിയറിയും പഠിച്ചു, കോൾബർഗ്സ് തിയറി പഠിച്ചു, ഇതിനകത്തൊക്കെ എറിക്സൺസ് തിയറി പഠിച്ചു. അതിനകത്തൊക്കെ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പം 0 to 2 years എന്തൊക്കെയാണ് കുട്ടിക്ക് ആവശ്യമുള്ളത്, അത് നമ്മൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറി നോക്കിയാൽ ദാറ്റ് ഇസ് കോൾഡ് ഓറൽ സ്റ്റേജ്. കുട്ടിക്ക് അമ്മഞ്ഞ പാല് വേണം. ഇതിനകത്ത് ഇത് ഒരു യൂണിവേഴ്സൽ നിയമമാണ്, അതിനകത്ത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കതിനെ മനസ്സിലാക്കാനായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. കാരണം മനസ്സിലാക്കാനായിട്ട് പേടിക്കേണ്ടല്ല, മനസ്സിലാക്കാൻ എളുപ്പമാണ്. നമ്മൾ 2 വയസ്സ് വരെ, ഒരു ജനിച്ചെന്ന് മുതൽ 2 വയസ്സ് വരെ ഒരു കുട്ടിയുടെ എന്താണ് ആവശ്യം നമ്മൾ ചിന്തിച്ചാൽ മതി. ദെൻ ആ 2 വയസ്സ് മുതൽ പിന്നെ ചൈൽഡ്ഹുഡ്. ദെൻ 2 വയസ്സ് മുതൽ 4 വയസ്സ് വരെ കുട്ടിക്ക് അധികം ചേഞ്ചസ് ഒന്നും ഉണ്ടാകുന്നില്ല. പതുക്കെ കുട്ടികൾ ഓരോ ട്രെയിനിങ് എടുക്കണം, സമൂഹത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചു വരികയാണ്. അതായത് 2 വയസ്സ് കഴിഞ്ഞ കുട്ടിയോട്, അല്ലെങ്കിൽ 2 വയസ്സ് 3 വയസ്സ്, ഇത് എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്, എൻ്റെ കളിപ്പാട്ടമാണെന്ന് കുട്ടിക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കുട്ടിയുടെ കളിപ്പാട്ടമാണ്, എൻ്റെ കാരണമാണ്, എൻ്റെ സാധനമാണ്. നമ്മൾക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ പറയാം. അപ്പോൾ പതുക്കെ അവൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യും. ദെൻ 4 to 6 years. 4 to 6 years വലിയ വ്യത്യാസങ്ങളൊന്നും മനുഷ്യനുണ്ടാകുന്നില്ല. ഇതേ സെയിം തന്നെയാണ്, ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ്. പതുക്കെ ഓഡിപ്പസ് കോംപ്ലക്സ്, അച്ഛനും അമ്മ എന്നുള്ള വ്യത്യാസം, ആൺകുട്ടിക്ക് അമ്മയോടുള്ള അടുപ്പം, പെൺകുട്ടികൾക്ക് അച്ഛനോടുള്ള അടുപ്പം,
തേക്ക് ഓഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്രോഡ് കോംപ്ലക്സും ഒക്കെ അവിടെയാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് അഡാൾട്ട്സ്, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. ദർ ഇസ് നോ മച്ച് ചേഞ്ചസ് ഹാപ്പനിങ് ദ ചൈൽഡ്. എന്നുവെച്ചാൽ ശാരീരികമായിട്ടുള്ള മാറ്റമൊന്നുമില്ല, കൂടുതൽ അവന് സോഷ്യൽ ലേണിങ്, സ്കൂളിൽ പോവുക, ഫ്രണ്ട്സിനെ കാണുക, ആൾക്കാരുമായിട്ട് ഇടപെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെ ചെയ്യുന്ന കാലഘട്ടമാണ് 6 to 12 years. 12 years കഴിയുമ്പം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്, പെട്ടെന്ന് ഒരു വ്യത്യാസം ഒരു കുട്ടിയിലുണ്ടാകും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ദാറ്റ് ഇസ് കോൾഡ് ഫ്രം ദ പ്യൂബർട്ടി സ്റ്റേജ്. ഇവിടെയാണ് കുട്ടികൾക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുക. കാരണം അതിൻ്റെ പെട്ടെന്ന് വരുന്ന മാറ്റം ശരീരത്തിലുണ്ടാകുന്നുണ്ട്, ഹോർമോണൽ ചേഞ്ചസ്, സെക്സ് ഹോർമോൺസ് ഡെവലപ്പിംഗ്. പെൺകുട്ടികൾക്ക് ചെസ്റ്റ് വലുതാകുക, ആൺകുട്ടികൾക്ക് മീശ വളരുക, പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോൾ ദേ ആർ നോട്ട് ഏബിൾ ടു അഡ്ജസ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ. ഇവിടെയാണ് കുട്ടികൾക്ക് പ്യുവർ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നുവെച്ചാൽ പിയർ ഗ്രൂപ്പ്സിൻ്റെ കൂട്ടത്തിൽ കറങ്ങി കിടക്കുക, പഠിക്കാൻ താല്പര്യം കുറയുക, ക്ലാസ്സിൽ പോകാതിരിക്കുക, സ്മോക്കിംഗ് ചെയ്യുക, കറങ്ങി നടക്കുക, ആൽക്കഹോളിസം, ഡ്രഗ് അബ്യൂസ്, ഇതെല്ലാം നടക്കുന്നത് ഈ പ്യൂബർട്ടി സ്റ്റേജ് മുതൽ 18 വയസ്സ് വരെയാണ്. ഇപ്പം നമുക്ക് ഇതിനകത്ത് പഠിക്കുന്നുണ്ട് 21 വയസ്സ് വരെ. ഈ 21 വയസ്സിനുള്ളിൽ ഇയാളെ കറക്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മുതൽ 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ. അപ്പം ഒരു പഠിത്തം കഴിഞ്ഞു, ജോലിയായി, കുടുംബജീവിതമായി, കുട്ടികളുണ്ടാകുന്നതായി. 40 to 60 years അതല്ല, എൻ്റെ ഡിഫറൻ്റായി. ഇയാളെ എൻ്റെയും എൻ്റെ കുടുംബത്തെക്കാട്ടിലും കൂടുതൽ എൻ്റെ മക്കളെ പഠിപ്പിക്കണം, അവരുടെ കല്യാണം കഴിക്കണം, അവരുടെ ജീവിതത്തിലേക്ക് പോകണം. അപ്പം 40 to 60 years. അപ്പോൾ 21 വയസ്സ് മുതൽ 40 വയസ്സ് വരെ കല്യാണം കഴിക്കണം, വീട് വെക്കണം, സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ ആൾ 40 വയസ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് തിങ്കിങ്ങിലേക്ക് പോവുകയാണ്. എന്നുവെച്ചാൽ എന്നെക്കാട്ടിലും കൂടുതൽ എൻ്റെ അവരെ പഠിപ്പിക്കണം, അവർ നല്ല അവർക്ക് ജീവിതത്തിൽ എന്തൊക്കെ വരണം, അവരെ വളർത്തിക്കൊണ്ടുവരിക, ഇതൊക്കെ ചെയ്യും. കല്യാണമൊക്കെ കഴിഞ്ഞു, മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, ആണോ പെണ്ണായിക്കോട്ടെ, കല്യാണമൊക്കെ കഴിച്ചുകൊണ്ട് വിട്ടു കഴിഞ്ഞു. ദെൻ വി ആർ ഗോയിങ് ടു അനദർ സ്റ്റേജ്, 60 years. എന്താ സംഭവിക്കുന്നത്? റിട്ടയർമെൻറ്റ് കാലമായി. ജോലി കഴിഞ്ഞു, നമ്മളുള്ള പൈസയൊക്കെ എടുത്ത് മക്കളെ വളർത്തി, മക്കളെ പഠിപ്പിച്ചു, കല്യാണം കഴിച്ചു, നമ്മൾ ഒറ്റപ്പെടലിന് ഇതായി. ചിലപ്പോൾ സ്പൗസ് നഷ്ടപ്പെടാം, നമ്മുടെ പാർട്ട്ണർ, വി മേ ലോസ് അവർ പാർട്ട്നേഴ്സ്. റിട്ടയർമെൻ്റ് ആയി, പൈസ മുഴുവൻ തീർത്തു, കടം വാങ്ങി. Then how we can live? So that is called the old age. And physical problems, diabetes ആയി, പ്രഷറായി, ഷുഗറായി, ഇനി ഇല്ലാത്ത പരിപാടികളൊന്നും ഇല്ലാതായി. അപ്പം ഒറ്റപ്പെട്ട സാമ്പത്തികമില്ല, ശാരീരികമായ അസ്വസ്ഥതകൾ, ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അതിലൊക്കെ വരും. അപ്പം ഈ 3 കാലഘട്ടങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെവലപ്മെൻറ്റ് സൈക്കോളജി എഴുതാനൊരു പ്രശ്നം ഉണ്ടാവില്ല. ഫസ്റ്റ് വൺ 21 to 60 പ്ലസ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡ് ഈ തിയറി കൊണ്ടുവന്ന്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ഫേമസ് തിയറി, he divided the mind into 3, personality into 3, ego and super ego. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പേഴ്സണാലിറ്റി തിയറിയും ഡെവലപ്മെൻറ്റ് തിയറിയും എല്ലാം ഒന്ന് തന്നെ. പക്ഷേ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾഡ് സ്റ്റേജ്, the child is getting pleasure by sucking the breast of the mother. Anal stage, the interest of the or pleasure moves from anal part to oral part to anal part. Then stage 3, phallic stage, 3 to 5 years, there is no much changes happening in the child. Then 6 to 12 years, they are developing the language, social interaction, social rules, regulations, എല്ലാം ഉണ്ടാക്കുന്ന സമയം. Then stage, genital stage, that again for 13 or puberty stage to 21 years. ഇത് ഒന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത് ഓറൽ സ്റ്റേജ്, ഏനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലേറ്റന്റ് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഇത് മനസ്സിലാക്കിയെങ്കിൽ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിയാണ്. ദെൻ എറിക് എറിക്സൻ്റെ തിയറി സമൂഹത്തിൽ നിന്ന് പഠിക്കുന്നത് തന്നെയാണ്. അതായത് സമൂഹത്തിലുണ്ടാകുന്ന നല്ലതും ചെയ്തയും ഒരു കുട്ടിയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് കൺക്ലൂഡ് ചെയ്യുന്നത്, ഈ തിയറി കൺക്ലൂഡ് ചെയ്യുന്നത്. കാരണം സോഷ്യൽ ഓർ അഡാപ്റ്റേഷൻ ഓർ മാലിഗ്നൻസീസ്, അതായത് നെഗറ്റീവ് തോട്ട്സ്, ഇതൊക്കെ ഇറ്റ് വിൽ അഫക്ട് ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്.
ഒരു സമൂഹത്തിൽ നന്നായിട്ട് വളരുന്ന കുട്ടികൾ, സമൂഹത്തിൽ മറ്റു പ്രശ്നങ്ങളില്ലാതെ വളരുന്ന കുട്ടികളാണെങ്കിൽ ആ കുട്ടികളുടെ ജീവിതത്തിൽ പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാകും, നല്ല പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും എന്നുള്ളൊരു ഇതാണ് എറിക് എറിക്സന്റെ പേഴ്സണാലിറ്റി തിയറി വരുന്നത്. ദെൻ അദ്ദേഹം ഓരോ സ്റ്റേജസും ഡെവലപ്മെൻറ്റ് ചെയ്തിരുന്നു. ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ഫസ്റ്റ് വൺ ഇസ് ട്രസ് വേഴ്സസ് മിസ്ട്രസ്. ഇത് നമ്മൾ ഓർത്ത് വയ്ക്കുകയും, കാരണം പ്രത്യേകിച്ച് എന്തൊക്കെയാണ് എറിക് എറിക്സന്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് വൺ ട്രസ് വേഴ്സസ് മിസ്ട്രസ്, 0 to 1 year. അപ്പോൾ ഒരിക്കലും ഈ ഫ്രോയിഡിൻ്റെ തിയറിയും ഇതുമായിട്ട് നമുക്ക് പ്രശ്നമുണ്ടാകാൻ പാടില്ല. ഫ്രോയിഡിൻ്റെ ഓറൽ സ്റ്റേജ്, ഏന സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ലാറ്റിൻ സ്പിരിറ്റ്, ജെനറ്റിക് സ്റ്റേജ് എന്നാണ് ഫ്രോയിഡ് തിരിച്ചെങ്കിൽ, ഇവിടെ എറിക് എറിക്സൻസ് തിരിച്ചിരിക്കുന്നത് വേറെ രീതിയിലാണ്. ദാറ്റ് 0 to 1 year, ട്രസ് വേഴ്സസ് മിസ്ട്രസ്. ട്രസ് വേഴ്സസ് മിസ്ട്രസ്. ഓട്ടോണമി വേഴ്സസ് ഷെയിം, 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ആദ്യത്തെ ട്രസ് വേഴ്സസ് മിസ്ട്രസ്, ഇൻഫൻറ്റ് ടു 1 year. ദെൻ ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്. ഇത് ഈ സ്റ്റേജിന് ഒരു വേറെ പേര് ടോളർ സ്റ്റേജ് എന്ന് പറയുന്നുണ്ട്, അത് ഓർത്തിരിക്കണം. ദെൻ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, 4 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. എന്ത് കാര്യങ്ങളും കുട്ടി ചെയ്യാൻ മുമ്പോട്ട് വരിക, എനിക്ക് എന്തെങ്കിലും ചെയ്യണം എടുക്കണം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരിക. അപ്പം നമ്മൾ തടയിലേ ചെയ്യാൻ പാടില്ല, അത് പൊട്ടിപ്പോകും. ഒരു പേന എടുക്കാൻ മതി, പേന എടുക്കാൻ പാടില്ല, അച്ഛൻ്റെ പേനയാണ്. വാച്ചെടുക്കാൻ പറ്റില്ല, താഴെ പോകും, പൊട്ടിപ്പോവും. കളിപ്പാട്ടം എടുക്കാൻ പാടില്ല. എന്താ പറ്റുക, ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ചിന്താഗതി കുട്ടികൾക്കുണ്ടാവില്ല. സോറി. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി, 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ എന്താണ് കുട്ടികളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഇത് നമ്മൾ ഓരോ കുട്ടികളൊക്കെ, ഈ ഒരു സൈക്കോളജി സ്റ്റുഡൻസ് എന്നുള്ളതിലേക്ക് നിങ്ങളോട് പറയാനുള്ളതായിരിക്കും. നമ്മൾ കുട്ടികളുടെ വളർച്ച ബുക്കിനകത്ത് നോക്കി പഠിക്കുന്നത്, നമുക്ക് വാച്ച് ചെയ്ത് പഠിക്കാം. നമ്മൾ അയൽലോകത്തുള്ള കുട്ടികളാണ്, നമ്മൾ വാച്ച് ചെയ്ത് പഠിക്കുക. എന്തൊക്കെയാണ് അവൻ്റെ ആവശ്യങ്ങൾ, എന്തൊക്കെ പെരുമാറ്റങ്ങളാണ്, എങ്ങനെ കുട്ടി ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കി പഠിക്കാവുന്നതാണ്. സോ ഇൻഡസ്ട്രീസ് വേഴ്സസ് ഇൻഫീരിയറിറ്റി, ചൈൽഡ്ഹുഡ് 7 to 12 years, 7 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. Then identity versus role confusion, adolescence 13 to 19 years. Then intimacy versus isolation, young adult 20 to 34 years. Then ego integrity versus, അതായത് 65 മുകളിലുള്ള. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ എടുത്തു വെക്കണം, മനസ്സിലാക്കി വെക്കണം. ബുക്കിനകത്തുണ്ട് നിങ്ങളുടെ. ദെൻ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, പിഗെയാണ് ആദ്യത്തെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഡെവലപ്പ് ചെയ്ത ആൾ. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമ്മുടെ കോഗ്നേഷൻ, നമ്മുടെ പെർസെപ്ഷൻ, നമ്മുടെ തിങ്കിങ്, നമ്മുടെ എമോഷൻസ്, ഇതെല്ലാം കൂടി ചേരുന്ന തീരെയാണ് പിഗെ ഡെവലപ്പ് ചെയ്തെടുത്തത്. പിഗെ ഡെവലപ്പ് ചെയ്ത് ആദ്യം പിഗെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്കീമാസ്, അതായത് നോളജ്, നമ്മുടെ അറിവ് നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ എത്ര സഹായിക്കുന്നു. അത് അറിവ് മനസ്സിലാക്കിയാൽ മാത്രമല്ല, അതിന് നമ്മൾ സമൂഹത്തിലേക്ക് എങ്ങനെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ പകർത്തുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അറിവ് കൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാകുന്ന സംഗതികൾ നമ്മൾ എങ്ങനെ അഡോപ്റ്റ് ചെയ്യും, അതിന് ഉള്ള അസിമുലേഷൻ, അക്കോമഡേഷൻ. ചിലപ്പം ഇങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വെക്കണം, അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും വരുത്താനായിട്ടില്ല. അസിമുലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അസിമുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വരുമ്പോഴത്തേക്കും, അത് പുതിയ പ്രോസസ്സ് വരുമ്പോഴത്തേക്കും പഴയ കാര്യങ്ങൾ നമ്മൾ ഒന്ന് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനായിട്ട് വരും. നേരെ തിരിച്ച് ആണ് അക്കോമഡേഷൻ. പുതിയ കാര്യങ്ങളുള്ളപ്പോൾ പഴയ കാര്യങ്ങൾ, അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നമ്മൾ എക്സിസ്റ്റൻസ് ഇല്ല. ഇത് തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയമാണ് പിഗെയുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ല ഡെവലപ്മെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിന് ഓരോ കാറ്റഗറി പിഗെ പറഞ്ഞിരുന്നു. ഇത് എറിക്സന്റെ തിയറിക്കകത്ത് പഠിച്ചതുപോലെ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഓർഡർ സ്റ്റേജ് പഠിച്ച പോലെയും എല്ലാം ഇത് ഒരേ കാറ്റഗറി നമുക്ക് തന്നെ പറയാം, ഒരേ കാറ്റഗറി എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years. സെൻസറി മോട്ടോർ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 to
7 years. Stage 2 പതുക്കെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയം. നമ്മൾ നോക്കൂ. ഫസ്റ്റ് വൺ, സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് PA, സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years, then 2 to 7 years. ലാംഗ്വേജ് പതുക്കെ അമ്മ, അച്ഛൻ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നൊക്കെ കുട്ടികൾ പറഞ്ഞ് മനസ്സിലാക്കി പറയുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. സ്റ്റേജ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് 7 to 12 years. അവൻ കുറച്ചും കൂടെ സോഷ്യൽ നിയമങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്ന ഒരു സ്റ്റേജാണ്. സ്റ്റേജ് 4 ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് 12 മുതൽ അഡൾട്ട് വരെ. Then more knowledge others. കാരണം മറ്റുള്ളവരെ കണ്ടുകൊള്ളുക, മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് കണ്ടുകൊള്ളുക, നമ്മുടെ അറിവും. ദെൻ സോൺ. അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഡെവലപ്മെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന തമ്മിലുള്ള ഇൻ്റഗ്രേഷനാണ് ആ ഇൻ്റഗ്രേഷനാണ് നമ്മൾ പറയുന്നത് കുട്ടികളുടെ വളർച്ചയെ ബാധിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മളൊന്ന് നോക്കിയിരിക്കണം. ഈ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കി. പിയുടെ ഒന്ന് അക്യുമുലേഷൻ ആൻഡ് അഡോപ്റ്റേഷൻ. അത് കഴിഞ്ഞിട്ട് സെൻസറി മോട്ടോർ സ്റ്റേജ് 0 to 2 years, 2 to 7 years, 7 to 12 years, 12 to adolescence. Then we got his theory. ഇത് റഷ്യൻ സൈക്കോളജിസ്റ്റാണ്. ഇങ്ങനെ പറയുന്നത് സൊസൈറ്റിയുടെ അറിവ്, കുട്ടികളുടെ അറിവ് മാത്രമല്ല അവൻ്റെ മോറൽ വാല്യൂസും കൂടെ നമ്മൾ നോക്കുന്നതാണ്. മോറൽ വാല്യൂസും കൂടെ. സോ കൾച്ചർ ചിൽഡ്രൻ പ്ലേസ് എ വിറ്റൽ റോൾ ഇൻ ദ ഡെവലപ്മെൻറ്റ്. സൊസൈറ്റി ആൻഡ് കൾച്ചർ ആണ് കുട്ടികളുടെ വളർച്ചയിൽ കൂടുതൽ സ്വാധീനിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കീ പ്രിൻസിപ്പിൾസ്. The society and culture of the children plays a vital role in the development of the cognition. അത് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അവൻ്റെ സമൂഹവുമായിട്ട് നമ്മൾ കാണിക്കുന്ന കൾച്ചറും ഇതോടെ കുട്ടിയുടെ വളർച്ചയെ ബാധിക്കുന്നുണ്ട്. സമൂഹം എന്ന് പറയുന്ന കുട്ടികളുടെ വളർച്ചയ്ക്ക് ബാധിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് ഒരു ടൂളായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഇത് ഇൻപുട്സ് ഫ്രം അതേഴ്സ്, പിന്നെ മറ്റുള്ളവർ നമുക്ക്, അതായത് സമൂഹം, അതിൻ്റെ മോറൽ വാല്യൂസ്, പിന്നെ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് നമ്മൾ കിട്ടുന്നത്, മറ്റുള്ളവർ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്, ഇതെല്ലാം കൂടെ ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വളർച്ച ഉണ്ടാകുന്നത്. സെൻട്രൽ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മോർ നോളജബിൾ അതേഴ്സ്. മറ്റുള്ളവരെക്കാട്ടിലും നമുക്ക് അറിവുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനുമായിട്ടുള്ള ഇൻ്റലിജൻസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദാറ്റ് ലെവൽ ഓഫ് ഡെവലപ്മെൻറ്റ് അറ്റൈൻ വിത്തൗട്ട് എനിവൺസ്. വേറെ ആരുടെ സഹായമില്ലാതെ എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് സ്വീകരിച്ച് എടുക്കാൻ പറ്റും, അല്ലെ നമുക്ക് ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റും. സോ വി ഗോട്ട് തിയറി ഇച്ചിരി അല്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളൊന്ന് നോക്കി വെക്കണം. ദെൻ മോറൽ ഡെവലപ്മെൻറ്റ്. ഇത് കോൾബർഗ്സ് തിയറിയാണ്. കോൾബർഗ്സ് മോറൽ ഡെവലപ്മെൻ്റ് ഉണ്ട് സമൂഹത്തിന്. ഇതിനകത്ത് ഈ മോറൽ ഡെവലപ്മെൻറ്റ് നിങ്ങൾ പഠിക്കുന്ന ഒരു കാര്യം നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കുറച്ച് നിയമങ്ങളുടെ സമൂഹത്തിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കുക, നിയമങ്ങൾ ഉൾക്കൊള്ളുക. അപ്പോൾ ആ നിയമങ്ങൾ എൻ്റേന്നൊന്നും ആദ്യം എൻ്റേന്ന് തോന്നും, അത് കഴിയുമ്പോൾ മറ്റേ ആളുടെയും കൂടെ പ്രശ്നമാണ്. അപ്പം ഞാൻ ആദ്യം ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ആ മറ്റുള്ളവർ പറയുന്ന അവൻ്റെ വികാരങ്ങളെ കൂടെ ഞാൻ പാലിച്ച് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. അതായത് മോറൽ ഡെവലപ്മെൻറ്റ് വ്യക്തി വളർന്നു വരുന്ന കൂട്ടത്തിൽ വ്യക്തിയുടെ വളർച്ചയിൽ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ നിയമങ്ങളും ബാക്കി കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറയില്ലേ ഒരു മോറൽ വാല്യൂസ് ജീവിതത്തിൽ വേണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനൊരു മൊറാലിറ്റി വേണം എന്നൊക്കെ പറഞ്ഞാൽ അതേ വാക്ക് തന്നെ നമുക്കിവിടെ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാം. ഫസ്റ്റ് വൺ ഒബീഡിയൻസ് ആൻഡ് പനിഷ്മെൻറ്റ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും തെറ്റായിട്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ അതിനെ ശിക്ഷിക്കപ്പെടണം. ദിസ് കോൾഡ് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ നിയമം നമ്മളെ പനിഷ് ചെയ്യണം. അപ്പോൾ അത് പേടിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ആ പനിഷ്മെൻറ്റ് പേടിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഒബീഡിയൻസ് ഉണ്ടാകുന്നത്. പിന്നെ അതിൻ്റെ സ്റ്റേജ് 2 എന്ന് പറയുന്നത് എൻ്റെ നിയമങ്ങൾ, ഞാൻ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി, എൻ്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം.
അപ്പോൾ ആദ്യം എന്തെങ്കിലും ആക്ഷൻ തെറ്റായിട്ടുണ്ടായാൽ സമൂഹം നമ്മളെ ശിക്ഷിക്കുന്നുള്ളതും അല്ലെങ്കിൽ നിയമം നമ്മളെ ശിക്ഷിക്കുന്നുള്ളതും പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യണമെന്ന് ചോദിച്ചത് എൻ്റെയും മറ്റാരുടെയും കൂടെ ആണ് എന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അത് ഓടിക്കേറി ചെയ്യാന്നുള്ളതല്ല. അപ്പം ഞാൻ എന്നെ മനസ്സിലാക്കണം, മറ്റുള്ളവൻ്റെ ഞാനൊന്ന് എനിക്ക് വേനെടുത്ത എൻ്റെ പോലെ തന്നെ മറ്റുള്ളവർക്ക് വേനെടുക്കുന്നത്. അയാളെ നിയമം പാലിക്കുന്നത് മാത്രമല്ല ഞാൻ എൻ്റെ നിയമം പാലിക്കാണ്ട് ബാധ്യസ്ഥനാണെന്ന് പറയും. ദാറ്റ് ഇസ് കോൾഡ് പ്രീ കൺവെൻഷൻ. ദെൻ കൺവെൻഷനൽ അത് രണ്ടായിട്ട് തിരിച്ചു. ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻ, നല്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, സമൂഹത്തിൽ നല്ല ആൾക്കാരായിട്ട് വരിക, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളത് പഠിക്കും. ഇത് മോറൽ ഡെവലപ്മെന്റ് ആണ്. ഒരിക്കലും ഇത് മോറൽ ഡെവലപ്മെന്റ് ആണെന്ന് ഓർത്തോണം. ദെൻ നമുക്ക് നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ലെവൽ 4, സ്റ്റേജ് 4, മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ, സമൂഹത്തിന്റെ കാര്യങ്ങളും നിയമങ്ങളും ഒക്കെ നമ്മൾ പാലിക്കുക. ദെൻ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ദെൻ ലാസ്റ്റ് സോഷ്യൽ കോൺട്രാക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. 5 എന്ന് പറഞ്ഞാൽ മറ്റ് നമ്മളുടെ ജീവിക്കുന്ന പോലെ നമ്മൾ എടുക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവർക്കും അത് എടുക്കാനും പിടിക്കാനും മനസ്സിലാക്കാനുമുള്ള, അതായത് സൊസൈറ്റിയുടെ നിയമങ്ങൾ. ഇത് സോഷ്യൽ കോൺട്രാക്ട് ഇൻഡിവിജ്വൽ റൈറ്റ്സ് വെച്ചാൽ എനിക്ക് എൻ്റെ അവകാശമുണ്ട് എന്ന് ഞാൻ വാദിക്കുമ്പോൾ ആ ചെയ്യുന്ന അവകാശങ്ങൾ, അതായത് എനിക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം, പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ ഞാൻ ചില നിയമങ്ങൾ പാലിക്കണം. അതിന് ഇത്ര സ്പീഡേ ആക്കാവുള്ളൂ, ഇന്ന സൈഡിൽ കൂടെ ഇന്നതാണ് നമ്മൾ പാലിക്കണം. അപ്പം അതുപോലെ തന്നെ എനിക്ക് റൈറ്റ്സ്, എനിക്ക് കിട്ടുന്ന നിയമപരമായിട്ട് സ്വാധീകരണങ്ങൾ കൂടുതലും മോറൽ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതിനെ മോറൽ ഡെവലപ്മെൻറ്റ് കോൾബർഗ്സ് തിയറി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് എനിക്ക് ഒരിക്കൽ കൂടെ നമ്മൾ പറയാനുള്ളത്, ഇത് ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. ഓരോ വ്യക്തിയുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് എങ്ങനെ വരുന്നു, എങ്ങനെ മുമ്പോട്ട് പോകുന്നു, അതിനകത്ത് ഏറ്റവും നമ്മൾ നോക്കേണ്ട കാര്യം എറിക് എറിക്സന്റെ തിയറി ഒന്ന് നോക്കി വെക്കണം, മനസ്സിലാക്കി വെക്കണം. ഫ്രോയിഡിന്റെ തിയറി പേഴ്സണാലിറ്റിക്ക് നമ്മൾ പഠിക്കുന്നതാണ്. എറിക് എറിക്സന്റെ തിയറി എല്ലാ സ്റ്റേജസിലും ഡെവലപ്മെന്റിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അതാണ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഓട്ടോണമി വേഴ്സസ് ഷെയിം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി, ഐഡന്റിറ്റി വേഴ്സസ് റോൾ, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ, ഇഗോ, ഇന്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ. അപ്പം ഇതിനകത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമയത്ത് തന്നെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡെവലപ്മെന്റ്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്ത് ഡിഫൻസ് മെക്കാനിസം, പേഴ്സണാലിറ്റി ഡിഫൻസ് മെക്കാനിസം പഠിക്കണം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മുടെ ബാലൻസ് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, ശരീരത്തിൻ്റെ ബാലൻസ് നമ്മൾ തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ മനസ്സിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ മനസ്സ് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട്, ഇഫ് ദർ ഇസ് എൻ ഇംബാലൻസ് ഇൻ യുവർ ബോഡി, ദ ബോഡി വിൽ ട്രൈ ടു കീപ് ഇൻ ടു ഇക്വിലിബ്രിയം. എന്നുവെച്ചാൽ നമ്മുടെ ബാലൻസ് എപ്പോഴും നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി ആ ബാലൻസ് തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇഫ് ദർ ഇസ് എൻ ത്രെറ്റ് ഇൻ യുവർ മെന്റൽ ബാലൻസ്, ദ മൈൻഡ് വിൽ ട്രൈ ടു കീപ് ഇറ്റ് ടു ഇക്വിലിബ്രിയം. മനസ്സിന് എപ്പോഴെങ്കിലും ഒന്ന് ബാലൻസ് നഷ്ടപ്പെട്ടാൽ മനസ്സ് അതിനെ നേരിടാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ നേടിയെടുക്കാൻ വേണ്ടി മനസ്സ് ശ്രമിക്കും. അതിനാണ് ഡിഫൻസ് മെക്കാനിസം. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. പ്രൊജക്ഷൻ, നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരുടെ പേര് ചരിവെക്കുക. സബ്ലിമേഷൻ, സമൂഹത്തിൽ നിരക്കാത്ത സമൂഹത്തിൻ്റെ നിയമങ്ങൾ പാലിക്കപ്പെടാത്തതാണെങ്കിൽ സമൂഹത്തിൻ്റെ നിയമം പാലിക്കുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക. റാഷണലൈസേഷൻ, നടന്നതും കിട്ടിയതും എല്ലാം ഭാഗ്യമാണെന്ന് നമ്മൾ വിചാരിക്കുക, ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്കിങ്. റിപ്രഷൻ, വേദന വരുന്ന കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം ഓർക്കാതിരിക്കാനായിട്ട് നമ്മൾ മനസ്സിൻ്റെ അടിയിലേക്ക് അടിച്ച് വെക്കുക. റിഗ്രഷൻ, ഗോയിങ് ബാക്ക് ടു ഏർലി ലിബറൽ സ്റ്റേജ്, നമ്മൾ വളർന്നു കഴിഞ്ഞാലും പഴയ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. കോമ്പൻസേഷൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം നമ്മൾ പഠിക്കാൻ മോശമാണ്, അപ്പോൾ നമ്മൾ സ്പോർട്സിലോ അല്ലെങ്കിൽ പാട്ടിലൊക്കെ നന്നായിക്കൊണ്ടിരിക്കുക. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട്, നമ്മൾക്ക് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് നമ്മൾ മോശമാണെങ്കിൽ മറ്റുള്ള സബ്ജക്റ്റിന് നല്ലപോലെ പഠിച്ച് നമ്മൾ നല്ലപോലെ മാർക്ക് വാങ്ങിക്കുക. പ്രൊജക്ഷൻ, റാഷണലൈസേഷൻ, സബ്ലിമേഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ, കോമ്പൻസേഷൻ, റിഗ്രഷൻ, റിപ്രഷൻ, സപ്രഷൻ, നമ്മൾ മനസ്സിലുള്ള വേദനകളെ അടിച്ചമർത്തി നമ്മൾ വെക്കുക. കുറേ തരത്തിലുള്ള ഡിഫൻസ് മെക്കാനിസം ഉണ്ട്. ആ ഡിഫൻസ് മെക്കാനിസവും നമ്മൾ പഠിക്കണം. ഡിഫൻസ് മെക്കാനിസം മനസ്സിലാക്കിയിരിക്കണം, കാരണം അത്യാവശ്യമുള്ളതാണ്. ഏത് കാര്യത്തിലും ഡിഫൻസ് മെക്കാനിസം അത്യാവശ്യമുള്ളതാണ്. അപ്പം
ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, പ്രിന്റഡ് നോട്ട്സ് മാത്രം നമ്മൾ നോക്കിക്കൊണ്ട് കാര്യമില്ല. ധാരാളം ബുക്സ് അവൈലബിൾ ആണ്. ഡെവലപ്മെൻറ്റൽ സൈക്കോളജിയുടെ ബുക്സ് അവൈലബിൾ ആണ്. അത് നോക്കി വായിക്കണം, നല്ലപോലെ നോക്കണം. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വളരെ എളുപ്പമാണ്. ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ ലേണിംഗ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഒരിക്കൽ കൂടെ നമ്മൾ നോക്കുക, പഠിക്കുക. ബൈ.